8 ദിവസം നീണ്ടു നിൽക്കുന്ന കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം മഹാസമ്മേളനത്തിന് തുടക്കമായി. ഇ.ടി. ടൈസൺ എം.എൽ.എ. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ സമ്മേളനം നടക്കുന്ന കാലയളവിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയായി ഇത് രൂപപ്പെടുന്നത്. മാത്രമല്ല, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും ശക്തി കൂട്ടാനും ഈ സമ്മേളനത്തിന് കഴിയുന്നുണ്ട്. ഭിന്നശേഷി സൗഹൃദ സമ്മേളനം മുതൽ ഇന്റർനാഷണൽ ക്വിസ് മത്സരം വരെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ഇതിന്റെ പരിപാടികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് പലപ്പോഴും നമ്മുടെ സമൂഹം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരുമിക്കുക എന്നുള്ള സമീപനം എടുക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. കോവിഡുള്ള സമയത്തും പ്രളയമുള്ള സമയത്തും വലിയ വ്യത്യാസങ്ങളൊന്നും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല. എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ എല്ലാത്ത സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള പല പല കാര്യങ്ങൾ, പല വിവാദങ്ങൾ, പല പ്രശ്നങ്ങൾ, പല വേർതിരിവുകൾ, പല മതിൽക്കെട്ടുകളെല്ലാം സൃഷ്ടിക്കപ്പെടാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നും ചിലപ്പോൾ പക്ഷെ ബോധപൂർവമായി ചിലവർ സൃഷ്ടിക്കുന്നു എന്നുള്ളതിൻ്റെയും തിരിച്ചറിയാൻ കൂടിയുള്ള അവസരമായി പ്രിയപ്പെട്ടവരെന്നുള്ള ഈ സമ്മേളനത്തിനെ കാണണമെന്നാണ്. ഭാരതം പോലെ ജനിച്ച ഒരു സ്ഥലത്തിന് യഥാർത്ഥത്തിൽ നമുക്ക് ആത്മാഭിമാനം തോന്നാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് പാരമ്പര്യത്തിന് ഉടമകളായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലേ? ഇവിടെയാണെങ്കിൽ കൊടുങ്ങല്ലൂരും ഈ കയ്പമംഗലത്തും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്കതിന് നിദർശനമായ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലത്താണ്, ഇവിടെയാണ് ആദ്യത്തെ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ധാർമ്മികതയുടെ വിളനിലമായി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മാറണമെന്നും വിദ്യാഭ്യാസത്തിനായി സ്ഥാപിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ അറിവ് പകരുന്നതോടൊപ്പം ധാർമ്മികതയും പകർന്നു നൽകുന്നതാകണമെന്നും കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മുൻ എം.പി. ടി.എൻ. പ്രതാപൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ വിശ്വാസം പഠിപ്പിച്ചത്, വിശുദ്ധ വിശ്വാസം അറിവ് നേടാൻ വേണ്ടി പ്രചോദിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഭൗതികമായ സ്വത്തല്ല നമുക്ക് വേണ്ടത്. ഭൗതികമായ ഒരുപക്ഷെ നാം ഉണ്ടാകുന്ന ഏത് സമ്പത്തും ഈ ദൈവം തീരുമാനിച്ചാൽ ആ ഏത് നിമിഷം വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതായി മാറും. അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ, ആ നേടുന്ന അറിവ് യഥാർത്ഥ അറിവ് നേടിയാൽ ആ അറിവ് നമുക്ക് നൽകുന്നത് നേരിന്റെ തിരിച്ചറിവും നിവർന്നു നിൽക്കാൻ ഒരു നട്ടലും ഉയർത്തിപ്പിടിക്കാൻ ഒരു ശിരസും സത്യവിശ്വാസികളായി ജീവിക്കാൻ വേണ്ടിയുള്ള മഹത്തായ ആശയവുമാണ് അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അറിവ് നേടാത്ത ഒരാൾ ഒരുപക്ഷെ എത്ര വലിയ ധനികനായിരുന്നാലും ഭൗതിക സമ്പത്ത് എത്രമാത്രം നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ കയ്യിൽ നിറഞ്ഞു നിന്നാലും ആ ഭൗതിക സമ്പത്തിനേക്കാൾ അപ്പുറത്താണ് അറിവിന്റെ സമ്പത്ത്. അതിന് അളവുപോലില്ല എന്ന് വിശ്വാസം പല ഘട്ടങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ബോധനങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെയും 56 വർഷം മുമ്പ് ഇങ്ങനൊരു പ്രസ്ഥാനം ആരംഭിച്ചു. പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റും, ഈ പ്രസ്ഥാനം നടന്ന് ഇവിടെ പല ഘട്ടങ്ങളിലും പ്രിലിമിനറി സൗകര്യങ്ങൾ അറബിക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. MA അറബി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് എയ്ഡഡ് LP സ്കൂൾ ഇവിടെയുണ്ട്, കരുണാഭവൻ ഇവിടെയുണ്ട്. അതിൽ നിരവധി മദ്രസ ഉൾപ്പെടെയുള്ള ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ സമന്വയിപ്പിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമായി ഇന്നത് മാറി. ബുസ്താനുൽ ഉലൂം പ്രസിഡന്റ് K.M. മുഹമ്മദ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്തു. K.M. പന്നൂർ സുവനീർ പ്രകാശനം നിർവഹിച്ചു. ബിലാൽ സുലാഹി സുവനീർ പരിചയപ്പെടുത്തി. നൌഷാദ് ആറ്റുപറമ്പത്ത് ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ബുസ്താൻ സെക്രട്ടറി P.K. മുഹമ്മദ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു, KNM ജില്ലാ സെക്രട്ടറി E.K. ഇബ്രാഹിംകുട്ടി മൗലവി, പഞ്ചായത്ത് മെമ്പർമാരായ റസീന ഷാഹുൽ ഹമീദ, CJ പോൾസൺ, സാജിദ പുതിയ വീട്ടിൽ, CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ, BUA കോളേജ് പ്രിൻസിപ്പൽ അരുണാദേവി, നെസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ റുബീന, VBLP സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷീന, നെസ്റ്റ് സ്കൂൾ PTA പ്രസിഡന്റ് ഫയാസ് മുഹമ്മദ്, MP ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ജൗഹർ അനീക്കോട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോൺഫറൻസിന്റെ ഭാഗമായി 8 ദിവസവും ദ ലൈഫ് എക്സിബിഷൻ ബുക്ക് ഫെയർ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 22 വൈകിട്ട് സമ്മേളനം സമാപിക്കും.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.